2026 പുറത്തിറങ്ങിയ പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ജീവിതകഥ പറയുന്ന മൈക്കിൾ എന്ന സിനിമയുടെ ഒരു ദ്രുത വിവരണമാണിത്. അദ്ദേഹത്തിന്റെ സംഗീത മാന്ത്രികതയെ ഗംഭീരമായി ആഘോഷിക്കുമ്പോഴും ആ വലിയ താരത്തിന് പിന്നിലെ യഥാർത്ഥ മനുഷ്യനെ അവതരിപ്പിക്കാൻ ഈ ചിത്രം എത്രത്തോളം വിജയിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായി പറയേണ്ടത് ഇതിലെ മികച്ച പ്രകടനങ്ങളെക്കുറിച്ചാണ്. മൈക്കിളിന്റെ അനന്തരവനായ ജാഫർ ജാക്സൺ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ശബ്ദവും ആ വിഖ്യാതമായ മൂൺ വാക്കും കണ്ടാൽ അസൽ മൈക്കിൾ തന്നെയാണെന്ന് തോന്നൂ. കൂടെ പിതാവ് ജോ ഐ കോൾമാൻ ഡോമിംഗോയും തകർത്തിട്ടുണ്ട് കേട്ടോ. ബില്ലി ജീൻ, ത്രില്ലർ പോലുള്ള ഗാനങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങളൊരു സിനിമ കാണുകയല്ല, മറിച്ച് മൈക്കിളിന്റെ ഒരു ലൈവ് കോൺസേർട്ടിൽ മുൻനിരയിലിരിക്കുന്ന ആവേശമാണ് നിങ്ങൾക്ക് കിട്ടുക. രണ്ടാമതായി, ഈ ഗംഭീരമായ സംഗീതത്തിന് പിന്നിൽ ഒരു വലിയ പോരായ്മ ഒളിച്ചിരിപ്പുണ്ട്. അതായത് സിനിമയ്ക്ക് ഒട്ടും വൈകാരികമായ ആഴമില്ല. സംവിധായകൻ ആന്റോയിൻ ഫുക്വ ഇതൊരു കഥയായി പറയുന്നതിന് പകരം വെറുമൊരു ടൈം ലൈൻ പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കിടിലൻ ദൃശ്യാനുഭവം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടെഴുത്തിലെ പ്രതിഭയെയും ആ കലാകാരന്റെ ആത്മാവിനെയും ഈ സിനിമ എന്തുകൊണ്ട് വേണ്ടത്ര അന്വേഷിക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. അവസാനമായി, സിനിമയ്ക്കിങ്ങനെ ആഴമില്ലാതായതിന് പ്രധാന കാരണം അണിയറ പ്രവർത്തകർ തികച്ചും സുരക്ഷിതമായ ഒരു പാത തിരഞ്ഞെടുത്തതാണ്. മൈക്കിളിന്റെ മൃഗങ്ങളോടുള്ള സ്നേഹവും ആ ഒരു പീറ്റർ പാൻ സ്വഭാവവും മാത്രം കാണിക്കുന്ന സിനിമ അദ്ദേഹത്തിന്റെ ലഹരി ഉപയോഗമോ മറ്റു വിവാദങ്ങളോ ഒന്നും തൊടുന്നതേയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, വിവാദങ്ങളെല്ലാം വെട്ടിയൊതുക്കി വൃത്തിയാക്കി ഇത്തരമൊരു സാനിറ്റൈസ്ഡ് ബയോപിക് കാണുമ്പോൾ യഥാർത്ഥ മൈക്കിളിനെ മനസ്സിലാക്കാനുള്ളൊരു വലിയ അവസരമല്ലേ നമുക്കിവിടെ നഷ്ടപ്പെടുന്നത്. ചുരുക്കത്തിൽ, സംഗീതത്തിൽ അതിഗംഭീരമായി തിളങ്ങുകയും കഥപറച്ചിലിൽ പരാജയപ്പെടുകയും ചെയ്ത ഈ ചിത്രം ഇതിഹാസത്തെ വാഴ്ത്തുമ്പോഴും അതിനു പിന്നിലെ യഥാർത്ഥ മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കാത്ത 5-ൽ 3 സ്റ്റാർ മാത്രം അർഹിക്കുന്നൊരു സൃഷ്ടിയാണ്.